11 വാക്യം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്തു പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. Praise the Lord. Peter went up on the housetop to pray about the sixth hour. Praise the Lord. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 1-ാം നൂറ്റാണ്ടിൽ ചെയ്ത ദൈവിക പ്രവൃത്തികളുടെ ചരിത്രമാണ്. ക്രിസ്തീയ സഭയുടെ ചരിത്ര പുസ്തകമെന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന പുസ്തകം എന്നൊക്കെ അപ്പോസ്തല പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസ്, പൗലൂസ്, ബർന്നബാസ് ഇത്യാദി അഭിഷിക്തന്മാരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച വിവിധ ദൈവിക പ്രവർത്തനങ്ങളുടെ സമാഹാരമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. ഇതിൽ നിന്ന് 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2 പ്രധാന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, പത്രോസ് എന്ന യേശുവിന്റെ ശിഷ്യനും പിന്നീട് അപ്പോസ്തലനും ആയി മാറിയ ദൈവദാസൻ. മറ്റൊന്ന്, കൈസരയിലെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. പ്രധാനമായിട്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി തുറന്നിടുന്ന, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവിക വഴികൾ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി തന്നെത്താൻ വേർതിരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ചെയ്യുന്ന ദൈവിക പ്രവൃത്തിയുടെ ചില അനുഭവങ്ങളിലൂടെ നാം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് കടന്നു പോവുകയാണ്. 6 കാര്യങ്ങളാണ് പ്രത്യേകമായി ഈ അധ്യായത്തിൽ നിന്ന്, ഈ വാക്യത്തിൽ നിന്ന് ഞാൻ ലഭിക്കപ്പെട്ട സമയത്തുള്ളിൽ ചിന്തിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. 1, പ്രാർത്ഥന. 2, പ്രാർത്ഥന ദർശനത്തിലേക്ക് വഴിതെളിക്കുന്നു. പ്രയർ ലീഡ്സ് ടു വിഷൻ. 2-ാമത്തത് ദർശനം. 3-ാമത്തത് ആ ദർശനം ഒരു പുറപ്പാടിലേക്ക്, ദൈവിക പ്രവർത്തനത്തിന്റെ അർത്ഥാൽ ദൈവിക നിയോഗത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തേർഡ് വൺ ഈസ് there is an exodus. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നവർക്ക്, ദർശനമുള്ളവർക്ക് ഒരു പുറപ്പാടുണ്ട് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തത് ദൈവ നിയോഗത്താൽ പുറപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷിക്തർക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഭവനങ്ങളും ദൈവത്താൽ നടക്കുന്ന ആധ്യാത്മിക വചന ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ വെളിപ്പാടുകൾ, യേശുവിനെ ഉയർത്തുന്ന രംഗങ്ങൾ. ആമേൻ. അത് കഴിയുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ചയാണ് അടുത്തതായിട്ട് നമുക്ക് കാണുന്നത്. അവസാനമായി ഈ ആത്മപകർച്ച കൈസരി എന്ന പട്ടണത്തില് അനേകരെ സ്നാനത്തിലേക്കും ദൈവകൃപയിലേക്കും അതോടുകൂടെ ദൈവസഭയുടെ വളർച്ചയിലേക്കും നിദാനമായി തീർന്ന ഒരു ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പ്രാരംഭമായി നാം നോക്കുന്നത്, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്തു. ആരാണ്? കൈസരയിൽ കൊർന്നല്യോസ് എന്ന ഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇത്താലിക എന്ന പട്ടാളത്തിലെ ശതാധിപനാണ്, സെഞ്ചൂറിയനായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനും ദൈവത്തോടെപ്പോഴും പ്രാർത്ഥിച്ചു പോന്നവനുമായിരുന്നു. ഇപ്രകാരമുള്ള ധാർമ്മിക മൗലിക ഗുണങ്ങളുള്ള ഒരു ഭക്തനായ കൊർന്നല്യോസിനെയാണ് ആദ്യ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ
അവൻ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. നമ്മുടെ വിഷയത്തിലേക്ക് നാം കടക്കുകയാണ്. കൊർന്നല്യോസ് ഒരു ദിവസം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഏകദേശം 9-ാം മണി നേരം എന്ന് പറയുമ്പോൾ 3 മണിയോട് ഉച്ച കഴിഞ്ഞ് 3 മണിയുള്ള സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തലേ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അല്ലെങ്കിൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥനയിൽ ദൈവദൂതന്റെ ദർശനം കണ്ട കൊർന്നല്യോസ് ദൈവദൂതന്റെ നിയോഗത്താൽ അഥവാ ദൈവത്തിന്റെ നിയോഗത്താൽ തന്റെ ഭവനത്തിലുള്ള 2 വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്ന പടയാളികളിൽ ഒരുത്തനെയും വിളിച്ച് സകലവും വിവരിച്ച് യോപ്പയിലേക്ക് അയക്കുന്ന സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യോപ്പ കൈസരയിൽ നിന്ന് ഏകദേശം 56 കിലോമീറ്റർ വടക്കായിട്ടുള്ള ഒരു പ്രദേശമാണ്. കൊർന്നല്യോസ് ദർശനം കണ്ടത് ഏകദേശം ഉച്ച കഴിഞ്ഞ് 3 മണിയുള്ള സമയമാണ്. ഒരു ദിവസത്തെ ഏകദേശം യാത്ര ചെയ്താലേ യോപ്പയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെ കൊർന്നല്യോസ് 3 പേരെ അയക്കുകയാണ് ദൈവിക ദർശനപ്രകാരം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ ദർശനത്തിന്റെ വിഷയം പറയുമ്പോൾ ഇപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിക്കാം. പ്രാർത്ഥിക്കുവാൻ 6-ാം മണി നേരത്ത് പത്രോസ് യോപ്പയിലുള്ള തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ശീമോൻ പത്രോസ് അതിഥിയായി വന്നിരുന്ന പത്രോസ് പ്രാർത്ഥിക്കുവാൻ കയറി. ഈ 6-ാം മണി നേരം എന്ന് പറയുന്നത് ഉച്ച സമയം 12 മണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ തലേ ദിവസം 3 മണിക്ക് കൊർന്നല്യോസിനുണ്ടായ ദൈവിക ദർശനത്തിന്റെ പരിസമാപ്തിയിലേക്ക് എന്ന വണ്ണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് കടൽ തീരത്തുള്ള തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ യോപ്പയിൽ പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിലേക്ക് കയറി. വാട്ട് യു മീൻ ബൈ വെൺമാടം? ഇംഗ്ലീഷിൽ അതിനെ ഹൗസ് ടോപ്പ് എന്ന് കാണുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ പാലസ്തീനിലും യഹൂദ്യ ദേശങ്ങളിലും വീടുകൾക്കുണ്ടായിരുന്ന പരന്ന മേൽക്കൂരയാണ് വെൺമാടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾ പ്രത്യേക സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും വചനധ്യാനത്തിനുമായി വേറിട്ടിരിക്കുന്ന സ്ഥലമാണ് വെൺമാടം. ഞാൻ ഇത്രയും വിശദമായി പറയുന്നത്, ജീവിതത്തിന്റെ ഒത്തിരി പ്രതിസന്ധികളും ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളും ബദ്ധപ്പാടുകളും ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സങ്കീർണമായ സമ്മിശ്രമായ പ്രശ്നപൂരിതമായ ജീവിത പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയ്ക്കായി വേറിട്ട് ഒന്ന് ഇരിക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിനക്കായി ഒരുക്കപ്പെടുന്ന ദൈവീക പ്രവൃത്തികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിശദീകരിക്കുകയാണ്. ഇവിടെ കാണുന്നു, പീറ്റർ ഗേവ് ഹിംസെൽഫ് ടു പ്രേ. പത്രോസ് തന്നെ ഒരു അതിഥിയായി മറ്റൊരു വീട്ടിൽ പാർക്കുമ്പോൾ തന്നെ അവർ ഉച്ചയ്ക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി വെൺമാടത്തിലേക്ക് കയറുന്ന ഒരു ദൈവ പൈതലിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ചുറ്റുവട്ടങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, പരിസ്ഥിതികൾ, സാഹചര്യങ്ങൾ, സർക്കംസ്റ്റൻസസ് ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഒന്ന് പ്രാർത്ഥനയ്ക്കായി ഒന്ന് സെപ്പറേറ്റ് ആകാമോ? നിന്നെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് ഒരുക്കാമോ? ഇന്നിന്റെ ആവശ്യം, പ്രിയമുള്ള ദൈവജനമേ, 145 കോടി ഭാരത ജനത്തെയും 850ഓളം ലോക ജനതയും കണ്ടുകൊണ്ട് 5 ഭൂഖണ്ഡങ്ങളിലായി ചിതറിക്കിടക്കുന്ന
മാനവജാതിയെ നോക്കിക്കൊണ്ട് അരുമനാഥന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഇന്നിന്റെ ആവശ്യം പ്രാർത്ഥിക്കുന്ന ഭക്തരെയാണ്. പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്ന അഭിഷിക്തരെയാണ്. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവരെ ലോകം കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ദൈവം കാണുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുവാനായിട്ട് വെൺമാടത്തിലേക്ക് കയറി. We need to separate ourselves to prayer. അപ്പോസ്തലപ്രവൃത്തി 6 നാളിൽ വായിക്കുമ്പോൾ അവിടെ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ അപ്പോസ്തലന്മാർ ശുശ്രൂഷകൾ ചെയ്തു. എന്നാൽ മേശമേൽ ശുശ്രൂഷയുടെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ, എബ്രായരും ഗ്രീക്കുകാരും തമ്മിലുള്ള ചെറിയ ഒരു വിഷയം വന്നപ്പോൾ, പത്രോസും അവിടെ ശിഷ്യന്മാരോട് ശേഷം അപ്പോസ്തലന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ആക്ട് 6:4. അപ്പോൾ എന്തു തന്നെ സാഹചര്യങ്ങൾ വന്നാലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന, വചനത്തിൽ ജാഗരൂകരാകുന്ന, വചനത്തിൽ ഉറ്റിരിക്കുന്ന ദൈവജനത്തെ ഇക്കാലത്തും ദൈവത്തിന്റെ ആത്മാവ് നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കതിന് വിവിധ ഭാഷ്യങ്ങളിൽ വിവിധ പരിഭാഷയിൽ പറയാൻ കഴിയും. പാറയുടെ വിള്ളലിൽ കടും തൂക്കത്തിന്റെ മറവിലൊക്കെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രാവുകളെ സകലത്തെയും മാറ്റിവെച്ചിട്ട് ദൈവിക നിയോഗത്തിനായി, ദൈവ ഇഷ്ടത്തിനായി, ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ തമ്പുരാൻ ഈ നാളുകളിൽ ദർശിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സംഭാഷണമാണല്ലോ. പ്രകർഷേണയുള്ള അർത്ഥേയതി എന്നാണ് പ്രാർത്ഥനയുടെ നിർവചനം. നമ്മുടെ സംസ്കൃത ഭാഷയിൽ നിന്ന് തനി മലയാളത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന അവസ്ഥ. ഇനി അത് സ്പിരിച്വലായി, വേദപരമായി, വേദശാസ്ത്രപരമായി നോക്കിയാൽ ടോക്കിംഗ് വിത്ത് ഗോഡ്, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മ, ദൈവത്തോടുകൂടെ സംഭാഷണം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി അല്പസമയങ്ങളെയും സ്ഥലത്തെയും വേർതിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഊന്നി പറയുകയാണത്. എന്തുകൊണ്ട് പത്രോസ് പ്രാർത്ഥിക്കാനായിട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് വന്നു? അതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. പത്രോസിന്റെ ഗുരു 3.5 വർഷം പത്രോസ് കണ്ടതും കേട്ടതും തങ്ങളുടെ അരുമനാഥനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നുള്ള വസ്തുതയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അധികാലത്ത്, മാർക്ക് 1:35, അധികാലത്തിരുട്ടുള്ളപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. While it was still darkness, അധികാലം എന്ന് പറയുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തില് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് 4-ാം യാമം എന്ന് പറയുന്നത്. ഈ 4-ാം യാമത്തിന്റെ ആരംഭ സമയങ്ങളിൽ പകലത്തെ അധ്വാനവും നടപ്പും ശുശ്രൂഷയും ഒക്കെ ഉണ്ടെങ്കിലും രാത്രിയാമങ്ങളിൽ കർത്താവ് തന്റെ പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ സമയങ്ങളെ വേർതിരിച്ചു എന്ന് കാണുന്നു. എവിടെ ഈ തലമുറയിൽ കർത്താവിനോടൊപ്പം പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്ന വിശുദ്ധന്മാർ, ഭക്തന്മാർ? ഹല്ലേലൂയ. കർത്താവ് അധികാലത്ത് എഴുന്നേറ്റു. ആരെയും കൂട്ടുപിടിച്ചില്ല. തന്നെത്താൻ വേറിട്ട് he separated himself. ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോയി തനിച്ചു പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. ലൂക്കോസ് 5:16 6:12 ഒക്കെ വായിക്കുമ്പോൾ, ലൂക്ക് 5:16 and 6:12 ഇവിടെ വായിക്കുന്നത് കർത്താവ് രാത്രി മുഴുവൻ മലയിൽ പ്രാർത്ഥന കഴിച്ചു. കർത്താവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് നമുക്ക് ഇവിടുന്ന് കാണുവാൻ കഴിയുന്നു. തന്നെയുമല്ല, ഗെഥസമന, മത്തായി 26:36 മുതൽ
46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മാത്യു 26:36-46 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ്. പ്രാണവേദനയിലായി തന്റെ രക്തം വിയർപ്പുതുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്ന അനുഭവത്തിൽ ഹൃദയവേദനയോടെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട് നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും. അതുപോലെ മൗണ്ട് ഒലിവിലെ ഒലിവുമലയിൽ കർത്താവ് ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ പോയ അനുഭവങ്ങൾ നമുക്ക് കാണുന്നു. ലൂക്കോസ് 22:39 മുതൽ 44 വരെ വായിക്കുമ്പോൾ, സമയക്കുറവ് കൊണ്ട് ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. ലൂക്ക് 22:39-44 അവിടെയും ഒലിവുമലയിൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മഹായാജകീയ പുരോഹിത പ്രാർത്ഥന, ദ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ്, യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, തനിക്ക് വേണ്ടി, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി, അങ്ങനെ വിവിധ കാറ്റഗറിയായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ബൈബിളിലെ യേശുവിന്റെ അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും സുദീർഘമായ പ്രാർത്ഥന യോഹന്നാൻ 17 കാണുന്നു. അതും നമ്മുടെ കർത്താവാണ് ചെയ്തത്. ഇതൊക്കെ പത്രോസിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് കേട്ടത്. ഒരുപക്ഷെ അന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നപ്പോൾ, തന്നെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായി ദൈവം വേർതിരിച്ചപ്പോൾ ഈ പത്രോസും ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നു. അതിഥിയുടെ വീട്ടിൽ അതിഥിയായിട്ട് മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് പാർക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്ന പത്രോസിനെയാണ് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് പഴയ നിയമത്തിലെ 2-3 വാക്യങ്ങളെ ചിന്തിച്ച് അടുത്ത വിഷയത്തിലേക്ക് വേഗം കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 55:17 വായിക്കുമ്പോൾ നമുക്ക് ദാവീദിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. ഇസ്രായേലിന്റെ മധുരഗായകനും ഇസ്രായേലിന്റെ ശ്രേഷ്ഠനായ രാജാവുമായിരുന്ന ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിലെ ബദ്ധപ്പാടുകളുടെ മധ്യത്തിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഒരാൾ വായിച്ചാട്ടെ, സാംസ് 55:17, 55:17. സങ്കീർത്തനം 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. Here we can see David as a man of prayer. രാജ്യഭാരമുണ്ട്, യുദ്ധങ്ങളുണ്ട്, ശത്രുക്കളുണ്ട്, ഫാമിലിയുണ്ട്, ബദ്ധപ്പാടുകളുണ്ട്. എങ്കിലും ദാവീദ് ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ബദ്ധപ്പാടുകൾ, നമ്മുടെ ജോലി തിരക്ക്, ശുശ്രൂഷ തിരക്ക് നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് അന്യമാക്കുന്നുവോ? ഇന്ന് രാത്രി വേഗം മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവത്തിന് ഇന്ന് ആവശ്യം. ആമേൻ. ഇനി മറ്റൊരാള്, ദാനിയേൽ 6:10, ബാബിലോണ് ദേശത്ത് നെബൂഖദ്നേസറിന്റെ ദേശത്ത് അടിമയായി കൊണ്ടുപോയ എബ്രായ ബാലന്മാരിൽ ഒരുവനായ ദാനിയേലിനെ കുറിച്ച് പറയുന്നത് ദാനിയേൽ 6:10. തനിക്കെതിരെ രേഖ എഴുതി എന്നറിഞ്ഞപ്പോൾ, ദാനിയേൽ, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. തനിക്കെതിരെ രേഖ എഴുതി എന്ന് മനസ്സിലായിട്ടും, തനിക്കെതിരെ വിരോധ കൽപ്പന ശത്രുക്കൾ ഉണ്ടാക്കിയെന്നറിഞ്ഞപ്പോൾ അവിടെ രാജാവിന്റെ കാല് പിടിക്കുവാനോ, വക്കീലിനെ കാണുവാനോ, പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുവാനോ, MLA കാണുവാനോ, ഇന്നത്തെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരെയും പാർട്ടിക്കാരെ കാണുവാനോ അല്ല, ദാനിയേൽ എന്ന ഭക്തൻ തുനിഞ്ഞത്, മറിച്ച്
താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. അവിടെ ഒരു കാര്യമുണ്ട്, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. ദാറ്റ് മീൻസ് പ്രതികൂലങ്ങൾ വരുന്നതിന് മുമ്പേ, തനിക്കെതിരെ രേഖ ഉണ്ടാക്കുന്നതിന് മുമ്പേ താൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്നവൾക്കെതിരെ എത്ര രേഖയുണ്ടാക്കിയാലും ഇന്ന് രാത്രി പരിശുദ്ധമ വിളിച്ചു പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. യെശയ്യാവ് അസന്നിഗ്ധമായി വ്യക്തമായി പ്രഖ്യാപിക്കുന്നു, നോ വെപ്പൺ ഷാൽ പ്രിവെയിൽ അഗൈൻസ്റ്റ് യു. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും സഫലമാകുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് ദാനിയേലിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ബൈബിളിൽ ഒത്തിരി പ്രാർത്ഥന വീരന്മാരെ കുറിച്ച് നമുക്ക് കാണുന്നു. അവിടേക്കൊന്നും പോകാൻ സമയമെടുക്കുന്നില്ല. യിരെമ്യാവ് വിലപിച്ചുകൊണ്ട് പ്രവചിച്ച വിലാപത്തിന്റെ പ്രവാചകൻ യെരൂശലേമിനെ നോക്കിക്കൊണ്ട്, യെരൂശലേം നഗരത്തെ നോക്കി മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ച്, ദ വീപ്പിംഗ് പ്രോഫറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന യിരെമ്യാവ് 33:3 എന്താ പറയുന്നത്? ജെറമിയ 33, that is the phone number of heaven. യിരെമ്യാവ് 33:3 എന്താണ് പറയുന്നത്? സ്വർഗത്തിലേക്കുള്ള ഫോൺ നമ്പർ എന്ന് ചിലർ അതിനെ വ്യാഖ്യാനിക്കുന്നു. 33:3, എന്നെ വിളിച്ചപേക്ഷിക്കാം. വായിച്ചാട്ടെ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. നീ അറിയാത്തതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ശത്രു, നിനക്കെതിരെ വാടകോരുന്ന, നിന്റെ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളുടെ അനുഭവങ്ങളെയും ചില ശത്രുവിന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയേണ്ടതിന്, അതിലുപരിയായി ദൈവീക പദ്ധതികളെ, ദൈവീക നടത്തിപ്പുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം പറയുന്നു, കോൾ അപ്പോൺ മീ, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഐ വിൽ ആൻസർ ടു യു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു ഉറപ്പ് തരികയാണ്, ഒരു അഷ്വറൻസ് തരികയാണ്. എന്നെ വിളിച്ചപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് ഉത്തരമരുളും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ വേഗം അടുത്ത വിഷയത്തിലേക്ക് മടങ്ങി വരാം. സങ്കീർത്തനം 2:7 ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ ശബ്ദമായി കേൾപ്പിക്കുന്നത്, എന്നോട് ചോദിച്ചു കൊള്ളുക. ആസ്ക് ഓഫ് മീ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രയർ. ആസ്ക് ഓഫ് മീ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും നൽകും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ എന്നോട് ചോദിച്ചു കൊള്ളുക. ദൈവ പൈതലേ, കുഞ്ഞേ, മകനെ, മകളെ, ആസ്ക് ഓഫ് മീ. സകലത്തിന്റെ ഉടയവനായ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ, സകലത്തെ ഉണ്ടാക്കി നല്ലതെന്ന് കണ്ട് ദൈവം പറയുന്നു, തന്റെ സൃഷ്ടിയോട് ദൈവം ആഗ്രഹിക്കുന്നതും അപേക്ഷിക്കുന്നതും ദൈവം അരുളി ചെയ്യുന്നതുമായ ഒരു ശബ്ദം, എന്നെ വിളിച്ചപേക്ഷിക്കാം. ആമേൻ, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പത്രോസ് ഒരു പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് വെൺമാടത്തിലായിരിക്കുന്നു. അടുത്തത് ദാറ്റ് പ്രേയർ, ആ പ്രാർത്ഥന, ഏകനായി ഏകാന്തതയിൽ താൻ ദൈവസന്നിധിയിലിരുന്ന പ്രാർത്ഥന, ദാറ്റ് ലീഡ്സ് ടു വിഷൻ. ആ പ്രാർത്ഥന ദർശനത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. 10-ാം വാക്യവും 11-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. He fell into a trance. അവനൊരു വിവശത വന്നു, ഒരു ആത്മവിവശത വന്നു. അവിടെ താൻ കാണുന്നത് ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയ വിട്ടൊരു പാത്രം വരുന്നതും കണ്ടു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ വിഷയം ദർശനം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം കാണുമ്പോൾ തന്നെ ദൈവ ശബ്ദവും താൻ കേട്ടു. പത്രോസെ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദവും ഉണ്ടായി. അതിന്റെ 17-ഉം 19-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആദ്യ വാക്യങ്ങൾ 17-19. ഈ കണ്ട ദർശനം, എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട്ടിൽ ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. പത്രോസ് എന്ന് പേരുള്ള ഒരു ശീമോൻ
പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചൊല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോക എന്ന് പറഞ്ഞു. അടുത്ത വിഷയം ശ്രദ്ധിക്കണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥിക്കുന്നവരെ ദൈവാത്മാവ് എങ്ങനെ വഴി നടത്തുന്നു? ആ പ്രാർത്ഥന വലിയൊരു വിവശതയിലേക്കും ആ ദർശനത്തിലേക്കും തന്നെ കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ എന്താണ് ദർശനം? ദർശനം എന്ന വാക്കുകൊണ്ട് വേദശാസ്ത്രപരമായി ദൈവികമായി നോക്കിയാൽ വിഷൻ ഈസ് ആൻ എക്സ്പീരിയൻസ്. ഇൻ അതർ വേർഡ്സ്, വിഷൻ ഈസ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് in which God is sending a message in the form of something heard and something seen. ചിലത് കാണിക്കുകയും ചിലത് കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ദൈവീക സന്ദേശത്തിന്റെ ഒരു രീതിയാണ് ദർശനം എന്ന് പറയുന്നത്. ഇതൊരു അനുഭവമാണ് പ്രിയമുള്ളവരെ. ദർശനം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. അതിലൂടെ God is sending a message. വിഷനിൽ, ദർശനത്തിലൂടെ ദൈവം ഒരു സന്ദേശം നമുക്ക് പകരുകയാണ്. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ദൈവം ചെയ്യാനിരിക്കുന്ന ദൈവിക പദ്ധതിയെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പകരപ്പെടുന്ന, ചൊരിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ദർശനം എന്ന് പറയുന്നത്. അത് കാണുകയും കേൾക്കുകയും ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൃശ്യ ശ്രാവ്യ സന്ദേശമാണ് വിഷൻ. ആമേൻ. തന്നെയുമല്ല, ദർശനങ്ങൾ ദൈവത്താൽ നൽകപ്പെടുന്നു. മാനുഷിക ഇഷ്ടത്തോടെ, മാനുഷിക താല്പര്യങ്ങൾക്ക് ഇതിനകത്ത് ഒരു പ്രസക്തിയുമില്ല. ഇത് ദൈവിക ദർശനമാണ്, ദൈവിക ഉദ്ദേശമാണ്, ദൈവിക നടത്തിപ്പും നിയോഗത്തിന്റെയും പ്രത്യക്ഷമായ പ്രകടനമാണ്. സദൃശ്യവാക്യങ്ങൾ 29:18 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. Where there is no vision, where there is no revelation. ദർശനമില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തലമുറയിലും ദൈവിക ദർശനങ്ങളുടെ വളരെ അത്യാവശ്യ കാര്യത്തെ ഈ വചനം നമ്മെ എടുത്തു കാണിക്കുന്നു. ദർശനമില്ലാത്തിടത്ത്, വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. നമുക്കത് 1 ശമൂവേൽ 3-ാം അധ്യായത്തില് ദർശനമേറെ ഇല്ലാത്ത സമയത്ത്, വചനമേറെ കേൾക്കാനില്ലാത്ത സമയത്ത്, ഈവൻ ഏലിയുടെ മക്കൾ പോലും, ഏലി പുരോഹിതന്റെ കുടുംബം പോലും, തലമുറ പോലും വഴിവിട്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, അതായത് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്ത് ദേശത്ത് ദർശനവും വചനവും ദുർലഭമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശമൂവേൽ ബാലനെ ദൈവം ദർശനത്തിലൂടെ വിളിക്കുന്നത്. ആമേൻ. അപ്പോൾ ദർശനം എന്ന് പറയുന്നത് ദൈവിക ഉദ്ദേശത്തിന്റെ നിവർത്തീകരണമാണ്. ഞാൻ വാക്യങ്ങൾ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ദർശനം നൽകിയ പ്രിയമുള്ളവരെ ഓർക്കണമേ, ആ ദർശനത്തിൽ ദൈവം ചില വ്യവസ്ഥകളൂടെ വെക്കുന്നുണ്ട്. ദൈവിക ദർശനങ്ങളിൽ ദൈവിക അരുളപ്പാടുണ്ട്, ദൈവിക സന്ദേശമുണ്ട്, അതിനകത്ത് ദൈവിക കൽപ്പനയുണ്ട്. അത് ദൈവിക അനുസരണത്തിലേക്ക് നമ്മെ വഴിതെളിക്കുന്നു. And also it leads to promises from the Lord. ദൈവിക ദർശനങ്ങൾ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. വളരെ ആഴമായ സത്യമാണ് വിളിച്ചറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഒരു ദർശനം നൽകുമ്പോൾ അതിന്റെ ചുവട് വെച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവരായി നാം തീരുന്നെങ്കിൽ, ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, അത് നിലനിൽക്കുന്ന തലമുറയായി നിലനിൽക്കുന്ന ബ്ലെസ്സിങ്സ് ആയി, അനുഗ്രഹമായി, വാഗ്ദത്തങ്ങളായി പുറപ്പെടുവാനിടയായി തീരും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് അബ്രഹാമിനോട് ദൈവം, Genesis chapter 15 verse 1, after this the word of the Lord came to Abraham in a vision. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന്റെ ശേഷം ദർശനത്തിൽ അബ്രഹാമിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, എപ്പോഴാണ്? അബ്രഹാം പലതും വേണ്ടെന്ന് വെച്ചപ്പോൾ, പലതിൽ നിന്നും അബ്രഹാം ഒഴിഞ്ഞു മാറിയപ്പോൾ, പലരുടെയും ഓഫറുകളും പലരുടെയും നന്മകളും അബ്രഹാം വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, അബ്രഹാമേ, ദർശനത്തിൽ ഇടപെടുകയാണ്. അബ്രഹാമേ, ഭയപ്പെടേണ്ട. എന്താണ്?
ത്രൂ വിഷൻ. എന്താണ് ദർശനത്തിലൂടെ ദൈവം സംസാരിച്ചത്? അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഐ ആം യുവർ എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ്. അബ്രഹാമേ, നീ എന്നെ പിന്തുടർന്നത് കൊണ്ട്, നീ എന്റെ വാക്ക് കേട്ടത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ബിക്കോസ് ഐ ആം ദ ഓൾമൈറ്റി ഗോഡ്. പ്രിയമുള്ളവരെ, അവിടെ 15-ാം അധ്യായം 17-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ അബ്രഹാമിനോട് ദൈവം ദർശനത്തിലൂടെ ഇടപെടുന്നതായിട്ട് കാണാൻ നൽകുന്നു. ദൈവം 17-ാം അധ്യായത്തിൽ ദർശനത്തിൽ ദൈവം പറഞ്ഞതൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞല്ലോ, ദർശനത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ്? 17-ാം അധ്യായത്തിൽ സർവശക്തനായ എൽ ശദ്ദായിയായ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നത്, ദൈവം അരുളിച്ചത് എന്താണെന്ന് അറിയാമോ? നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അതാണ് ഞാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞത്. ദൈവം ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, അരുളപ്പാടിലൂടെ അബ്രഹാമിനോട് തിരുവായി മൊഴിയുമ്പോൾ ദൈവം പറയുന്നത്, ബി ബ്ലെയിംലെസ് ആൻഡ് വാക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ദൈവം പറയുന്നു, നീ നിഷ്കളങ്കനായിരിക്കുക. ഇന്നത്തെ ആത്മീയ ലോകത്ത് കപടതയുടെ മൂടുപടങ്ങൾ, ആമേൻ, വഷളത്വത്തിന്റെ, കാര്യസാധ്യത്തിന്റെ ആത്മീയ പ്രകടനങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കത്വമാണ്. എഫേസ്യ ലേഖനം 1:3-4 വാക്യങ്ങളിലും പറയുന്നു, ദൈവം നമ്മെ എന്തിനാ വിളിച്ചത്? ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ വിളിച്ചത്, ബി ഹോളി ആൻഡ് ബി ബ്ലെയിംലെസ്. നീ എന്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ വിളിച്ചു. നോക്കുക, പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത് ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദർശനത്തിലൂടെ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു. അത് അബ്രഹാമിന് നീതിയായി, അനുഗ്രഹമായി. നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ദർശനം നൽകുന്ന ദൈവം, ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പാകെ വിളിച്ചറിയിക്കട്ടെ. ദൈവം ദർശനം നൽകുന്നെങ്കിൽ, ദർശനം നൽകുന്ന ദൈവം വിശ്വാസത്താൽ അത് വിഭാവനം ചെയ്യപ്പെട്ടതാണ്, പ്രാർത്ഥനയാൽ അത് നിലനിർത്തേണ്ടതാണ്, വചനത്താൽ ഉത്തേജിക്കപ്പെടുന്നതുമാണ്. ദർശനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നു. ഒന്നുകൂടെ പറയാം. ദൈവം നൽകുന്ന ദർശനം വിശ്വാസത്താൽ നാം അത് ഇമാജിൻ ചെയ്യുവാൻ, വിഭാവനം ചെയ്യുവാൻ ഇടയായി തീരട്ടെ. എന്താണ് ദർശനം? അടുത്തത്, പ്രാർത്ഥനയാൽ അതിനെ സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തുവാൻ ഇടയായി തീരട്ടെ. വചനത്താൽ, ദൈവവചനത്താൽ ആ ദർശനം ഉത്തേജിക്കപ്പെടട്ടെ. വചനത്താലുള്ള എൻകറേജ്മെന്റ് ദൈവം തരുന്ന ദർശനത്തിന് ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം. ദർശനം നൽകിയ ദൈവം നമ്മെ വഴി നടത്തുവാനിടയായി തീരും. ദർശനത്തിന്റെ മറ്റൊരു ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് ഞാൻ വന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരാം. ഹബക്കൂക്ക് 2:2 ദേശം നിയമം വിട്ട് അയ്യം വിളിക്കുന്ന ഹബക്കൂക്കിനെ നമുക്ക് കാണാൻ കഴിയുന്ന 1-ാം അധ്യായത്തിൽ. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആവലാതിയും പരാതിയും പറയുന്ന, ദേശത്തെ നോക്കി അയ്യം വിളിക്കുന്ന ഹബക്കൂക്കിന് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് ദൈവം എന്തുത്തരം പറയേണ്ടു എന്നറിഞ്ഞുകൊണ്ട് ആവലാതിയും പരാതിയും സങ്കടവും ന്യായപ്രമാണം അയഞ്ഞ ദേശത്തിന്റെ അകൃത്യങ്ങളെ കണ്ടുകൊണ്ട് അവൻ കൊത്തളത്തിലേക്ക് കയറി. പറഞ്ഞതുപോലെ വെൺമാടം പോലെ, പഴയ നിയമ വേർഷനാണ്, പുതിയ നിയമത്തിലെ വെൺമാടത്തിന്റെ പഴയ നിയമ വേർഷനാണ് മിഷ്മേർത്ത്. എബ്രായ പദം മിഷ്മേർത്ത്, ദാറ്റ് ഈസ് കൊത്തളം അല്ലെങ്കിൽ കാവൽമാടം. കാവൽമാടം എന്താണ്? ആലയത്തോട് ചേർന്ന് പുരോഹിതന്മാർക്ക് പ്രാർത്ഥിക്കുവാനും വിശ്രമിക്കുവാനും ധ്യാനിക്കുവാനുമായി പണിയപ്പെടുന്ന ഒരു മുറിയാണ് മിഷ്മേർത്ത് അഥവാ കൊത്തളം. പുരോഹിതന്മാരാണ് സാധാരണ അവിടെ കയറി ഇപ്രകാരം വിശ്രമിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദേശത്തിന് വേണ്ടി നിലവിളിച്ച പ്രവാചകനായ ഹബക്കൂക്ക് കൊത്തളത്തിലേക്ക് കയറി. ഒറ്റ ഉദ്ദേശത്തോടെ ദൈവം എന്തുത്തരം പറയും? ഞാൻ ചോദിച്ചതിന്, ഞാൻ നിലവിളിച്ചതിന്, അയ്യം വിളിച്ചതിന് ദൈവം എന്താണ് ഉത്തരം പറയേണ്ടു എന്നറിയേണ്ടതിന് കൊത്തളത്തിൽ കാവൽ കാത്തുനിന്നപ്പോൾ ദൈവം ഹബക്കൂക്ക് പ്രവാചകനോട് പറഞ്ഞു, ദർശനം എഴുതുക. ഞാൻ പറഞ്ഞു, മറ്റൊരു ലെവലിലേക്ക് ദർശനം കേൾക്കുക മാത്രമല്ല,
ദർശനം കാണുക മാത്രമല്ല, ബി പ്രാക്ടിക്കൽ. ആ ദർശനത്തെ റൈറ്റ് ഡൗൺ, നിന്റെ ബുക്കുകളിൽ എഴുതുക, നിന്റെ പുസ്തകങ്ങളിൽ എഴുതുക. ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് കൈമാറിയ ദൈവിക സന്ദേശമാകുന്ന ദർശനത്തെ നീ എഴുതി വെക്കുക. കാരണം ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും, നിശ്ചയം, താമസിക്കയില്ല. For the vision awaits an appointed time. പ്രിയമുള്ളവരെ, ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചനം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരാലോചന വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ടെങ്കിൽ, there is an appointed time also. ആ ദർശനം പൂർത്തീകരിപ്പാൻ നിയമിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ഞാൻ തെളിയിച്ചു പറയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരാം. At the age of 75, God spoke to Abraham. 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് സംഭാഷിച്ചു, വാഗ്ദത്തം കൊടുത്തു. 99 വയസ്സായപ്പോൾ ദൈവം അബ്രഹാമിനെ വിസിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക ദർശനങ്ങൾ സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് there will be a God's visitation. കേൾക്കുന്നവർ, ഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ മേൽ ദൈവിക അനുഗ്രഹം ചൊരിയപ്പെടുന്നതിന് മുമ്പ് ദൈവം നമ്മെ ഒന്ന് സന്ദർശിക്കും. ദൈവം നമ്മോടൊന്ന് ഇടപെടും. ആ ദർശനം, ആ വെളിപ്പാട് അനുഭവിപ്പാൻ നീ യോഗ്യയാണോ? ആ നന്മ പ്രാപിക്കാൻ നീ യോഗ്യനാണോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, സാറയോട് സംസാരിച്ചു. ഞാൻ അവിടെയൊക്കെ ഒന്നും പോകുന്നില്ല. ഇസഹാക്ക് എന്ന വാഗ്ദത്തം നിറവേറുവാനായിട്ട്. നമ്മുടെ ദൈവം ഭോഷ്കു പറയുന്ന ദൈവമല്ല. എന്തെങ്കിലും അന്തരീക്ഷത്തിൽ അശരീരി മുഴക്കുന്ന, എന്തെങ്കിലും വിളിച്ചു പറയുന്ന, പുലംബനം ചെയ്യുന്ന ഒരു സാധാരണക്കാരനല്ല നമ്മുടെ ദൈവം. അവൻ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയാകും. തിരുവായി മൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദർശനവും വെളിപ്പാടും പ്രാപിച്ച, ആലോചന പ്രാപിച്ച അബ്രഹാമിന്റെ കുടുംബം നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം കൽപ്പിച്ച അവധിക്ക് ദൈവം സാറയെ സന്ദർശിച്ചു. അതാണ് ദർശനത്തിന്റെ അടുത്ത സ്റ്റേജ്. there will be an appointed time. പ്രിയമുള്ളവരെ, ഒരു ദൈവം നിയുക്തമാക്കിയ സമയമുണ്ട്. ആ സമയത്ത് ഒരു ശത്രുവിന് നിന്റെ മേൽ വാടകോരുവാൻ പറ്റുകയില്ല. ഒരു പേയിൻ ശക്തിയും, ഒരാഭിചാര ശക്തിയും, ഒരു ശത്രുവിന്റെ തന്ത്രങ്ങളും നിന്റെ മേൽ സഫലമാകുകയില്ല. ദാറ്റ് ഈസ് ഗോഡ്സ് ടൈം. അത് ദൈവത്തിന്റെ സമയമാണ്. അതിന്റെ തെളിവാണ് ദൂതന്മാരെ അയക്കുന്നത്. ഇന്നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ തെളിവാണ് സൂം മീറ്റിങ്ങിലൂടെ നിങ്ങളോട് ഈ ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ അറിയിക്കുന്നത്. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ എഴുതി ചേർക്കുവാൻ, നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ചിലതൊക്കെ പണിതെടുക്കാൻ പോവുകയാണ്. ചിലതൊക്കെ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കാൻ പോവുകയാണ്. ഇറ്റ് വിൽ certainly come and will not delay. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ ഓർപ്പിക്കുന്നു, കാലതാമസം വന്നെന്ന് നീ ചിന്തിച്ച ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി എലിസബത്തെ, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അബ്രഹാമേ, സാറയെ, നിന്നോടുള്ള വാഗ്ദത്ത നിവർത്തിയുടെ കാലമായി. നിന്റെ തലമുറയുടെ വിടുതലിന്റെ, നിന്റെ ജോലി സ്ഥലത്തെ ഉന്നതിയുടെ, നിന്റെ ആത്മീയ മണ്ഡലത്തിലെ ശുശ്രൂഷ രംഗത്തെ അടുത്ത ചില സ്റ്റെപ്പുകൾ ഓടിക്കയറുന്ന രംഗമായി എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ദൈവം കൽപ്പിച്ചാക്കിയ സമയത്ത് ആ അവധിക്ക് സാറ ഗർഭം ധരിച്ചു. ഇന്ന് രാത്രി വിശ്വാസത്താൽ ചിലത് ഗർഭം ധരിക്കണം. വിശ്വാസത്താൽ ചില ഗർഭധാരണങ്ങൾ വിശ്വാസം നടക്കട്ടെ. ഞാനിത് ലിറ്ററലി അല്ല പറയുന്നത്. ലിറ്ററലി ആയാലും ഏറ്റെടുക്കുക. സ്പിരിച്വലി ഈ വചനം ഇവിടെ ഡെലിവർ ചെയ്യുമ്പോൾ നിന്റെ കുടുംബത്തിൽ ചില ഡെലിവറി, നിന്റെ കുടുംബത്തിൽ ചില ദൈവം കൽപ്പിച്ചാക്കിയ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവം നിന്നിൽ ചിലത് ഉൽപ്പാദിപ്പിക്കാൻ, നിന്റെ കുടുംബത്തിൽ ചിലത് പണിതെടുക്കുവാൻ, നിന്റെ തലമുറയെ ദൈവം കൽപ്പിച്ചാക്കിയ സ്ഥലത്തേക്ക് ആക്കി തീർക്കുന്ന രാത്രിയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി വ്യക്തമായി വെള്ളപ്പാട് അറിയിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ദർശനമുള്ളവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്ന സമയമായി എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വപ്നവും ദർശനവും തമ്മിൽ കൂട്ടിക്കിഴക്കരുത്. ഡ്രീംസ് ആൻഡ് വിഷൻ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഡ്രീംസ് ആൻഡ് വിഷൻ ആർ ദ പ്രൊഫറ്റിക് ലാംഗ്വേജ് ഓഫ് ദ ബൈബിൾ. ആമേ, സ്വപ്നങ്ങളും ദർശനങ്ങളും ബൈബിളിലെ ആമേ പ്രവാചക ഭാഷയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ വാട്ട് ആർ ദ ഡ്രീംസ്? എന്താണ് സ്വപ്നം? ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും ചിത്രങ്ങളുടെയും പരമ്പരയാണ് സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്ന ഉറക്കത്തിൽ ഉണ്ടാകുന്നു ചിന്തകളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ചിത്രങ്ങളുടെയും ഒരു രൂപമാണ് സ്വപ്നം എന്ന് പറയുന്നത്. A dream is a series of thoughts, images or emotions occurring during sleep. But a vision is something more than this. ദർശനം എന്ന് പറയുന്നത് ഉറക്കത്തിലെ ഇന്നലെ കണ്ടതും മിനിഞ്ഞാന്ന് കണ്ടതും ഇന്നലെ ചിന്തിച്ചതും ഇന്ന് പകൽ ചിന്തിച്ചതുമല്ല. But it is a spiritual experience. Hallelujah. ഉറക്കത്തിൽ സ്വപ്നം ഒരുപക്ഷെ കണ്ടേക്കാം, ദിവാസ്വപ്നങ്ങൾ കണ്ടേക്കാം. But vision will happen while the person is fully controlled by the Lord, fully awake. പൂർണ്ണമായി ഉണർന്നിരിക്കുമ്പോൾ, ദൈവത്താൽ നയിക്കപ്പെടുമ്പോൾ, ആത്മവിവശതയിലാകുമ്പോൾ ഒരു ദൈവവേദന ദൈവം പകരപ്പെടുന്ന ദൈവീക നിയോഗത്തിന്റെ പ്രതിഫലനമാണ് ദർശനം എന്നുള്ളത്. അപ്പോൾ ഇവിടെ പത്രോസ് ഈ കണ്ട ദർശനം എന്താകുമെന്ന് ഉള്ളിൽ ചഞ്ചലപ്പെടുക. അപ്പോൾ ദർശനം ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഉള്ളിൽ ചഞ്ചലങ്ങൾ ഉണ്ടാക്കാം, ചോദ്യങ്ങൾ ഉണ്ടാക്കാം, സംശയങ്ങൾ വന്നേക്കാം. പക്ഷേ കൊർന്നല്യോസ് അയച്ച ആൾക്കാർ ദാണ്ടെ വന്ന് വിളിക്കുകയാണ്, പത്രോസ് എവിടെയാണ്? ഈ 19-ാം വാക്യത്തില് ഇങ്ങനെ കാണുന്നു, ഈ ദർശനത്തെ കുറിച്ച് പത്രോസ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് വേഗം വരട്ടെ. രണ്ട് കാര്യം പറഞ്ഞുള്ളൂ. ഒന്ന് പ്രാർത്ഥന, രണ്ട് വിഷൻ, ദർശനം. ഇനി ഈ ദർശനത്തെ കുറിച്ച് 19-ാം വാക്യം, verse 19 says, while he was thinking about the vision, ഈ ദർശനത്തെ കുറിച്ച് താൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വിഷയം കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. നീ എന്തെങ്കിലും കണ്ടു കേട്ടെന്ന് മാത്രമല്ല, നിന്നെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറയുന്നത്, പത്രോസേ, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. ഞാൻ പറഞ്ഞല്ലോ, 3-ാമത്തെ കാര്യം ദൈവാത്മ നിയോഗത്തിലുള്ള പുറപ്പാടാണ്. ഇതൊരു പ്രത്യേക ദൂതാണ്, ഇതൊരു സന്ദേശമാണ്. മുറിക്കകത്ത് കരയുന്ന നിന്നെ, ആരും കാണാതെ നിലവിളിക്കുന്ന സഹോദരിയെ, ആരും കാണാതെ നിലവിളിക്കുന്ന ദൈവപുരുഷനെ, വേദനയുടെ രോഗത്തിന്റെ സാമ്പത്തിക കെടുതികളിൽ, രോഗത്തിന്റെ കാഠിന്യത്തിൽ, മനോബധകളുടെ തിരതള്ളലിൽ നീ അയ്യം വിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, നിന്നെ ഒന്ന് പുറപ്പെടുവിക്കുന്ന there will be an exodus to you. നിനക്കൊരു പുറപ്പാടുണ്ട്. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ആ വെൺമാടത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. പ്രാർത്ഥനാ മുറിയിൽ നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. രാജ്യങ്ങളുടെ വാതിലുകൾ, പട്ടണങ്ങളുടെ വാതിലുകൾ, ഗ്രാമങ്ങളുടെ വാതിലുകൾ, ജോലിക്കായുള്ള വാതിലുകൾ, നന്മയുടെ വാതിലുകൾ സ്വർഗമിതാ നിനക്കായി തുറന്നിടുന്നു. ഉറമല ഹത്തറ ജഗൽ കടകാറവ. പുറപ്പെടുക. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? കാത്തിരിക്കുന്നവരെ, those who wait on the Lord, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്കൊരു പുറപ്പാടുണ്ട്. ഞാൻ തെളിയിച്ചു തരാം. യെശയ്യാ പ്രവാചകൻ ദർശിച്ചിട്ട് പറയുന്നു, യെശയ്യാവ് 40, 30, 31, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ശക്തിയെ പുതുക്കി അവിടെ തീരുകയല്ല, പിന്നെയോ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. നിന്റെ ഇന്നലകളിൽ വിശ്വാസത്തിന്റെ ചിറകുകൾ ക്ഷീണിച്ചു പോയെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളെ കേട്ട് മനസ്സ് മരവിച്ച് ചെവി മരവിച്ചിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുതിച്ചുയരുന്ന ദിവസങ്ങളുടെ ആരംഭം കുറിക്കുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Those who wait on the Lord will renew their spirit. They will fly. അവർ കഴുകന്മാരെ, ആസാൻ ഈഗിൾ, കഴുകന്മാരെ പോലെ
ചിറകടിച്ചു കയറുന്ന ആത്മമണ്ഡലത്തിൽ നീ ഒന്ന് കാണട്ടെ. നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ ചിറക് വരുന്നത്. ചിറക് വരിക മാത്രമല്ല, ആകാശമധ്യേ പറന്നുയരുന്നത്. ആ ഡെസ്റ്റിനേഷനിലേക്ക് ദൈവം നിന്നെ എത്തിക്കുന്നത്, വാഗ്ദത്ത ദേശത്ത് കാല് കുത്തിക്കുന്നത്. അത് എബൂസ്യരുടെ നാടാകട്ടെ, അത് അന്യജാതിക്കാരുടെ കൈവശമാകട്ടെ. യോശുവയെ, നിനക്ക് ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നീ യോർദാനെ കടന്നെങ്കിൽ, കനാന്യ ജാതികളെ തകർത്തുകൊണ്ട് അന്യ ശക്തികളിൽ നിന്ന് കൈവശം വെച്ചിരിക്കുന്ന, പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന നിന്റെ നന്മയെ റിലീസ് ചെയ്യുന്ന രാത്രിയാണിത്. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ നീതികേടിലേക്ക് തിരിയാതിരിക്കണം. ആമേൻ. അപ്പോൾ തന്നെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച നന്മ ഇന്ന് രാത്രി വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഒരു പുറപ്പാടിനാ നീ തയ്യാറാകുക. ഏലിയാവിനെ ദൈവം പുറപ്പെടുവിച്ചു. ഗുഹ കൊണ്ട് അവസാനിപ്പിക്കുവാൻ, ചൂരച്ചെടി കൊണ്ട് അവസാനിപ്പിക്കാൻ കൊതിച്ച ഏലിയാവിനെ മരണം കൊണ്ട് തീർക്കുവാൻ ആഗ്രഹിച്ച ഏലിയാവിനോട് ദൈവം പറയുന്നു, ഏലിയാവേ, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് പേഴ്സണലായി വ്യക്തിപരമായി ദൂത് പറയുന്നു, നിനക്കൊരു യാത്രയുണ്ട്. അഹവ ആറ്റിന്റെ തീരത്തിരിക്കുന്ന എസ്രായേ, നിലവിളിക്കുന്ന ഉപവസിക്കുന്ന ഇന്ന് രാത്രിയും ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ അയ്യം വിളിക്കുന്ന സഹോദരിയെ, പിതാവേ, ദൈവം പറയുന്നു, നിനക്കൊരു ശുഭയാത്രയുണ്ട്. കാരണം ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടുകയാണ്. The hand of God is in favor of you. ഇന്ന് രാത്രി നെഹമ്യാവിന് അനുകൂലമായത്, എസ്രയ്ക്ക് അനുകൂലമായത്, ആമേ, അഹവാറ്റിന്റെ തീരം പോലെ യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബിന് വേണ്ടി ഇടപെട്ടതുപോലെ അഹവാറ്റിന്റെ തീരത്ത് ആമേ എസ്രാ ശാസ്ത്രിക്ക് വേണ്ടി വെളിപ്പെട്ടതുപോലെ നിനക്കൊരു ശുഭയാത്ര. ഹിന്ദിയിൽ പറയുമ്പോൾ സരൾ യാത്ര. ഓ, നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട യാത്ര. ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു, ഒരു അനുഗ്രഹിക്കപ്പെട്ട യാത്രക്കായി നീ ഒരുങ്ങിക്കൊള്ളുക. ചില സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, പക്ഷെ ചില പേപ്പറുകൾ ചലിക്കാൻ പോവുകയാണ്, ചില രേഖകൾ ചലിക്കാൻ പോവുകയാണ്, ചില പേപ്പർ വർക്കുകൾ ചലിക്കാൻ പോവുകയാണ്, ചില നന്മയുടെ ഭണ്ഡാരങ്ങൾ നിനക്കായി. ദൈവം പറയുന്ന അനുസരിക്കുന്ന നോഹേ, ദൈവം കൽപ്പിക്കുന്ന അതുപോലെ ചെയ്യുന്ന നോഹേ, ദൈവം കൽപ്പിച്ചത് നീ ചെയ്താൽ ആഴിയുടെ ഉറവകളെ ദൈവം തുറക്കും, ആകാശത്തിന്റെ കിളിവാതിലുകളെയും ദൈവം തുറക്കും. ആമേൻ. ഗ്രഹിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആഴിയുടെ ഉറവകൾ നീ കണ്ടിട്ടില്ലായിരിക്കും, സമുദ്രത്തിന്റെ ഉറവകളെ നീ കണ്ടിട്ടില്ലായിരിക്കും. ദൈവം പറയുന്ന അതുപോലെ അനുസരിച്ചാൽ ആഴിയിൽ നിന്ന് ഉത്തരമരുളുന്ന ദൈവം, ആഴിയിൽ വെള്ളങ്ങളുടെ കൂമ്പാരങ്ങളുടെ അടിയിൽ ഉറവ നിനക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഉറവയെ ഹിന്ദിയിൽ പറയുന്നു ഫൂട്ട് നികലേഗ. ആ ഉറവ പൊട്ടി പുറപ്പെടാൻ പോകുന്നു. വാഗ്ദത്തത്തിന്റെ ഉറവിടം, വാഗ്ദത്തത്തിന്റെ നീരുറവ് ഇന്ന് രാത്രി നിനക്കായി ഒഴുകട്ടെ. അത് മരുഭൂമികളിൽ ചെല്ലട്ടെ, അത് രാജ്യങ്ങൾ കടക്കട്ടെ, അത് സമുദ്രങ്ങൾ കടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വായിക്കുന്നത്, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. അടുത്തത്, ഞാൻ അവരെ അയച്ചതാവും. പ്രിയ പ്രാർത്ഥിക്കുന്ന ദൈവം, ഇതിലെ നിനക്കായി ദൈവം ചിലരെ അയക്കാൻ പോവുകയാണ്. നിനക്കായി ദൈവം ചിലരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. ഇവിടെ പിറ്റേ ദിവസമാണ് പത്രോസ് ദർശനം കണ്ടത്. തലേ ദിവസമേ ദൈവം ഒരുത്തനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. കൊർന്നല്യോസ് എന്ന ഒരുത്തനെ 56 കിലോമീറ്റർ, ഏകദേശം 56-60 കിലോമീറ്റർ ദൂരെ പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിനോട് ദൂതൻ ഇറങ്ങിയിട്ട് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, പ്രാർത്ഥനയൊക്കെ മതി, ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. നിന്നെ ആര് റെക്കമെൻഡ് ചെയ്യും? നിന്നെ ആരൊന്ന് കൈത്താങ്ങൽ തരും? ആര് നിനക്ക് കൈത്താങ്ങൽ തരുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇതാ ദൈവത്തിന്റെ കരം നിനക്കായി ചലിക്കുന്നു, നിന്നെ കുടുംബത്തിന് വേണ്ടി ചലിക്കുന്നു. പത്രോസിനോട് ദൈവം പറയും, നീ ഇറങ്ങിച്ചെല്ലുക. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, അവൻ മാടം വിട്ട് നീ പുറത്തോട്ട് ഇറങ്ങിയേ. കാരണം ദൈവാത്മാവിന്റെ പകർച്ച നീ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. യഹൂദനായ പത്രോസ്, ആമേൻ, യഹൂദന്മാർക്ക് മാത്രമേ സാൽവേഷൻ ഈസ് ഓൺലി ത്രൂ ജൂസ്, യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളെന്ന് ചിന്തിച്ചു പഠിപ്പിച്ചു വന്ന ഒരു ഇസത്തിന്റെ ബാക്കി പത്രമാണ് പത്രോസ്. എന്നാൽ സമയക്കുറവുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. പത്രോസ് യാത്ര ചെയ്ത്
അടുത്ത ദിവസം കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ അവരെല്ലാവരും പത്രോസിനെ കാണുവാൻ, പത്രോസിൽ നിന്ന് വചനം കേൾക്കുവാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന ഭാഗം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. വായിപ്പാൻ സമയമില്ലല്ലോ, 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു. 33 വരെ. കൈസരയിൽ പത്രോസ് എത്തിയപ്പോൾ കൊർന്നല്യോസിന്റെ ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെയും കൂട്ടുവരുത്തി അവർക്കായി കാത്തിരുന്നു. ഈ അവരാരാണ്? ദർശനമുള്ളവന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം വരുന്നു. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. നിനക്ക് സമയം ആരും തന്നില്ലെങ്കിലും, നിന്റെ സമയമായില്ലെന്ന് പറയുന്നെങ്കിലും നിന്നെ കാത്തിരിക്കുന്ന ഒരു സമയം വരുന്നു. കാട്ടിലേക്ക് അഭിഷേകം തേടി ദാവീദിനു വേണ്ടി കാത്തിരുന്ന ഒരു സമയമുണ്ടായി. ആമേൻ. ശമൂവേലിന്റെ തൈലപാത്രം ചലിക്കണമെങ്കിൽ കാട്ടിലുള്ള ദാവീദിന് കടന്നു വരണം. ആമേൻ. ഇന്ന് രാത്രി ദൈവം ചില ദൂതുകളിലൂടെ കൈമാറുകയാണ്, വചനത്തിലൂടെ. പത്രോസ് അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതാണ് എൻ്റെ അടുത്ത ചിന്താ വിഷയം. 34 വാക്യം. പത്രോസ് എന്താണ് മനസ്സിലാക്കിയത്? There is no partiality in God. പത്രോസ് അവിടെ എത്തി. 34 വാക്യം. അപ്പോൾ പത്രോസ് ദൈവത്തിന് മുമ്പാകെ കൂടിയിരുന്നവരെ കണ്ടപ്പോൾ അവരുടെ സമർപ്പണവും അവരുടെ കാത്തിരിപ്പും വചനം കേൾക്കുവാനുള്ള ഉത്സാഹവും ദൈവനിയോഗമുള്ള ദൈവപുരുഷനെ കാത്തിരുന്നത് നിമിത്തം പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റ് വായി തുറന്നു. ചില നേരം നിന്നെ വായി അടച്ചു നിർത്തിയിരിക്കുന്നതേ നിന്റെ നന്മകൾ, വാഗ്ദത്തങ്ങളെ പാടി സ്തുതിക്കാനും ഏറ്റെടുക്കാനുമാണ്. ഇതുവരെ അറിയാത്തൊരു കാര്യം പത്രോസിന് അന്ന് ദൈവം കൂട്ടിച്ചേർത്ത് കൊടുത്തു. പത്രോസ് വായി തുറന്നപ്പോൾ പത്രോസ് ആദ്യം പറഞ്ഞത് എന്താണ്? ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്ക് മുഖപക്ഷമുണ്ട് കേട്ടോ, പ്രഭുക്കന്മാർക്കും ഉന്നതന്മാർക്കും മുഖപക്ഷമുണ്ട്. പക്ഷേ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എപ്പോഴറിയുന്നു? കൊർന്നല്യോസിന്റെ വീട്ടിലെത്തിയപ്പോൾ. ദർശനം ഒരു ഉട്ടോപ്പിയ അല്ലായിരുന്നു, അത് ചുമ്മാതുള്ള ഒരു ദിവാസ്വപ്നമല്ലായിരുന്നു. ഇപ്പോൾ പത്രോസ് പറയുകയാണ്, ഹീസ് അക്സെപ്റ്റിംഗ്, അവൻ അംഗീകരിക്കുകയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. ഏതു ജാതിയിലും ഏതു വംശത്തിലും ദൈവത്തെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു. ഒരു ദൂതൂടെ പറയട്ടെ, നിനക്ക് അംഗീകാരം ദൈവം തരാൻ പോവുകയാണ്. നിനക്കൊരു അംഗീകാരം ദൈവം തരാൻ പോവുകയാണ്. ദൈവം അംഗീകരിച്ചവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം വിധിക്കുന്നതാരെ? നീതീകരിക്കുന്നവൻ ദൈവം. റോമർ 8:31. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ? നീതീകരിക്കുന്നവൻ ദൈവം. പത്രോസേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക, രക്ഷ യഹൂദന്മാർക്ക് മാത്രമല്ല. സാൽവേഷൻ ഈസ് ഫോർ ഓൾ മാൻകൈൻഡ്. യേശു മഹാനിയോഗത്തിൽ പറഞ്ഞത്, പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. മർക്കോസ് 16:15 പറഞ്ഞത്, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ക്രിയേഷൻ. പോയി സകല ജാതികളോട് സുവിശേഷം അറിയിക്കുക. മലയാളികളോട് മാത്രമല്ല, മലങ്കര ക്രിസ്ത്യാനികളോട് മാത്രമല്ല, കേരളക്കരയിൽ മാത്രമല്ല, 145 കോടി വടക്കേ ഇന്ത്യയെ കണ്ടെത്തുവാൻ, ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തുവാൻ കർണാടകയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും UP-യിലുമുള്ള ഗ്രാമങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക. Then only we can see the real picture of India. Then only we can see the soul of India. ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തണമെങ്കിൽ നിലവിളിക്കുന്ന ഭക്തന്മാരെ ജാതികളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്കത് കാണാൻ കഴിയത്തുള്ളൂ. ഞാൻ പോകട്ടെ. ആമേൻ. സമയം പോകുന്നത് കൊണ്ട്. ആമേൻ. അടുത്തത്, പത്രോസ് വായ തുറന്ന് പറഞ്ഞു ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന്. എന്നിട്ട് പത്രോസ് എന്താ ചെയ്ത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഞാൻ അടുത്ത പോയിന്റ്, സമയം 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. പത്രോസ് എണ്ണീറ്റ് നിന്ന് കഥയും കിഴവിക്കഥയും അമ്മൂമ്മക്കഥയും ഇന്നത്തെ സ്റ്റേജുകളിലും കൺവെൻഷനുകളിലും ലക്ഷം രൂപ മുടക്കി കളിയും ചിരിയും തമാശയും പറയുന്ന ആത്മീയ ലോകത്തൊരു കാര്യം ശ്രദ്ധിക്കണമേ. യേശുവിനെ പ്രസംഗിക്കുക, യേശുവിൽ കൂടെയുള്ള രക്ഷയെ പ്രസംഗിക്കുക. യേശുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം പത്രോസ് കൈസരയിലെ ജാതികളുടെ ഇടയിൽ പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവരുടെ മേൽ 44
യേശുവിനെ വരച്ചു കാട്ടിയപ്പോൾ, യേശുവിനെ ഉയർത്തിയപ്പോൾ, യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തതും, വ്യാധിക്കാരെ കർത്താവ് സൗഖ്യമാക്കിയതും, ദൈവരാജ്യത്തിന്റെ സുവിശേഷവും പത്രോസ് പ്രസംഗിച്ചപ്പോൾ 44 വാക്യം ഇങ്ങനെ കാണുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ഓർക്കുക, വചനം കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ? ഒരു പ്രാർത്ഥന, ഒരു ദർശനം എവിടെ വരെ കൊണ്ടെത്തിച്ചു? ആത്മപകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചു. വചനം കേട്ടവരുടെ മേൽ ഇനിയുള്ള നാളുകളിൽ ഒരു 3 മണിക്കൂറെങ്കിലും നീ പ്രാർത്ഥന മുറിയിൽ ഇരുന്നിട്ട് നീ ദൈവത്തോട് സമയം വേർതിരിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതനായി ഇരുന്നിട്ട് ദൈവവചനം ഘോഷിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ, വചനം കേൾക്കുന്നവരുടെ മേൽ, ജീവനും ചൈതന്യമുള്ള വചനം കേൾക്കുന്നവരുടെ മേൽ പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വിടുവിക്കും വരെ ഹൃദയത്തിലെ നിരൂപണങ്ങളെയും ഭാവനകളെയും വിവേചിച്ചറിയുന്ന വായ്ത്തയുള്ള വചനമാകുന്ന പാറയെ തകർക്കുന്ന ചുറ്റിക പോലുള്ള, ആമേൻ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, വൃക്ഷങ്ങളുടെ തോലുരിക്കുന്ന വചനം പ്രസംഗിക്കുമ്പോൾ വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. ഓരോ പ്രസംഗവും, ഓരോ വചന കേൾവിയും, ഓരോ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മണ്ഡലമായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഡെമോൺസ്ട്രേഷനായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രദർശനശാലയായി മാറട്ടെ. ഒരാളിലല്ല, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. ഇത് മർക്കോസിന്റെ മാളിക മുറിയിൽ അപ്പോസ്തലപ്രവൃത്തി 2 മാത്രമല്ല, അന്യജാതിക്കാരായ കൈസറിയുടെയിലും വെളിപ്പെടുകയാണ്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. അന്യ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പത്രോസിനോട് കൂടെ വന്ന യോപ്പയിൽ വന്ന യഹൂദന്മാരായ വിശ്വാസികൾ പറഞ്ഞെന്താ അറിയാമോ? നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിക്കുവാൻ ആരാണ് വിലക്കുന്നത്? ഇവരെ സ്നാനം കഴിപ്പിക്കുവാൻ ആർക്കാണ് തടസ്സം? പ്രൈസ് ദി ലോർഡ്. എന്താണ് തടസ്സം? കണ്ടോ, ഒരു പ്രാർത്ഥന സ്നാന ശുശ്രൂഷയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ആ കൈസരയിൽ പത്രോസ് കുറച്ചുനാൾ താമസിക്കണമെന്ന് പറഞ്ഞ് അനേകരെ സ്നാനപ്പെടുത്തി, അനേകർ പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ച അനുഭവിച്ച് ക്രിസ്തുവിനോട് ചേർന്നു, അർത്ഥാൽ സഭയോട് ചേർന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവിക ദർശനം പ്രാപിപ്പാൻ തയ്യാറാണോ? ദൈവിക അരുളപ്പാടനുസരിച്ച് പുറപ്പെടാൻ തയ്യാറാണോ? ദൈവം ഈ തലമുറയിൽ നിന്നെ ഉപയോഗിക്കും. ഈ തലമുറയിൽ നിന്റെ തലമുറയെ ഉപയോഗിക്കും. നിന്റെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കും. ഈ പ്ലാറ്റ്ഫോം, ഈ ഹെർമോൺ മൗണ്ടൻ പ്രയർ മീറ്റിംഗ് അനേകരെ ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിക്കുവാൻ, അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ, വചന വെളിപ്പാടിലേക്ക് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ അഭിഷിക്ത ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും എല്ലാ സഹോദരി സഹോദരങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗവിഷയത്തോട് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി അതിവേഗത്തിലോടുന്ന വചനമയച്ച് കർത്താവിന്റെ ഭക്തരെ നീ സൗഖ്യമാക്കണമേ. മനോവ്യതകളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ആമേൻ വചനത്താലുള്ള വിടുതൽ അനുഭവിക്കട്ടെ. സാമ്പത്തിക കെടുതികളിൽ കടഭാരത്താൽ ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ബി ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്മയുടെ കലവറകൾ തുറക്കട്ടെ. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറുപടങ്ങളെ ഗുപ്തനിധികൾ തന്റെ ഭക്തർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ആത്മമണ്ഡലത്തിലേക്ക് ചുവടുവെക്കുവാൻ, കുതിച്ചുയരുവാൻ ഈ കൂട്ടായ്മ കാരണമായി തീരട്ടെ. അവസരമൊരുക്കിയ എല്ലാ ദൈവദാസന്മാർക്കും, പ്രത്യേകിച്ച് ജോസി ഡാനിയൽ പാസ്റ്ററും കുടുംബത്തിനും, കർത്താവ് ഈ വചനം കേട്ട എല്ലാ അഭിഷിക്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഗുജറാത്തിലെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഈ 4 സംസ്ഥാനങ്ങളിൽ ആദിവാസികളിൽ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നു. ബറോഡയില് മലയാളം, ഹിന്ദി ആരാധന, ഗുജറാത്തി ആരാധനകൾ നടത്തുന്നു. ഈ കൂട്ടായ്മയിലേക്ക് അനേകർ കടന്നു വന്ന് അനേക ജാതികൾ രക്ഷിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിനായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു എവരിബഡി. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Hallelujah. Praise the Lord.